നമസ്കാരം. നൈജീരിയയിൽ കൂട്ടക്കൊല നടന്നതായ റിപ്പോർട്ട്. നൈജീരിയയിലെ ബെനു സംസ്ഥാനത്തുള്ള ഒരു ഗ്രാമത്തിലാണ് 100ഓളം പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയാണ് അക്രമികൾ ഇവിടെ വ്യാപകമായ തോതിൽ വെടിവെപ്പും കൊലപാതകമൊക്കെ തന്നെ നടത്തിയത്. നിരവധി ഗ്രാമീണരെ ഇവർ വീടുകൾക്കുള്ളിൽ പൂട്ടിയിട്ട് തീ കൊളുത്തിയതായിട്ടും റിപ്പോർട്ടുണ്ട്. ഏതായാലും കൃത്യമായ മരണസംഖ്യ ഇനിയും അറിവായിട്ടില്ല. ഒരുപക്ഷെ ഒരു വംശീയ കലാപമാണോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല. ഈ ആക്രമണം നടന്ന ഗ്രാമങ്ങളൊക്കെ തന്നെ കാർഷിക ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും ഗ്രാമീണർ തമ്മിലും പരസ്പരം ഏറ്റുമുട്ടൽ നടക്കുക പതിവാണ്. കന്നുകാലികളെ മേയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇവിടുത്തെ വസ്തു തർക്കങ്ങളൊക്കെ തന്നെ പലപ്പോഴും വെടിവെപ്പിലാണ് കലാശിക്കാറുള്ളത്. ഒരുപക്ഷെ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രമണം നടന്നത് എന്ന് ഇനിയും വ്യക്തമല്ല. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണലാണ് നൈജീരിയയിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടക്കൊല നടന്നതായി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 100 പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് എങ്കിലും ഒരുപക്ഷെ മരണസംഖ്യ ഇതിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭീതിജനകമായൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പറയുന്നത്. നൈജീരിയ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സർക്കാരിന് കൃത്യമായി ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. കാരണം അവിടെ പലപ്പോഴും ഇത്തരത്തിലുള്ള അക്രമികൾ അല്ലെങ്കിൽ അക്രമ സംഘങ്ങൾ തന്നെ പരസ്പരം ഏറ്റുമുട്ടുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു ഗ്രാമത്തിൽ ഇത്രയധികം ആളുകളെത്തി ജനങ്ങൾക്ക് നേരെ വെടിവെക്കുകയും അവരെ വീടുകൾക്കുള്ളിൽ പൂട്ടിയിട്ട് വീടിന് തീ വയ്ക്കുകയൊക്കെ ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ എപ്പോഴും ഭരണ അസ്ഥിരത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരുകൾക്ക് ഇവരെ കാര്യമായി നിയന്ത്രിക്കാനും കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അടിയന്തരമായി നൈജീരിയൻ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുകയും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുകയും വേണം എന്നാണ് ഇപ്പോൾ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആവശ്യപ്പെടുന്നത്. അതേസമയം പോലീസ് വൃത്തങ്ങളോട് അക്രമം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ അവർ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. ആഗോള മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ നൈജീരിയൻ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ കുറ്റവാളികളെ പിടികൂടാനോ നിയമപരമായി അവരെ ശിക്ഷിക്കാനോ ഒന്നും തന്നെ പ്രത്യേകിച്ച് വലിയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് നൈജീരിയ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമല്ല. ഗ്രാമത്തിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിന് തിരിച്ചടി നൽകാനായി ഒരുപക്ഷേ ഈ ഗ്രാമത്തിലുള്ള മറ്റുള്ള ആളുകൾ എതിരാളികളുടെ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് ആക്രമണം നടത്തുന്നത് സ്ഥിരം പതിവാണ്. ഒരുപക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരണസംഖ്യ ഇനിയും വളരെയധികം വർദ്ധിക്കാനാണ് സാധ്യത. ഇപ്പോൾ 100 പേർ മരിച്ചുവെന്ന് മാത്രമാണ് വാർത്തകൾ പുറത്തു വരുന്നത് എങ്കിലും അതിൻ്റെ എത്രയോ ഇരട്ടി ഒരുപക്ഷെ കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ആംനസ്റ്റി ഇൻ്റർനാഷണൽ സജീവമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്.